തളർന്നൊടിഞ്ഞ് ചുക്കി ചുളിഞ്ഞിരിക്കണ കണ്ട നിങ്ങള്. ഹലോ മക്കൾസ്, അപ്പോൾ എല്ലാവർക്കും നമസ്തേ കൊച്ചി ബേസറി എന്ന വ്ളോഗ്സിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ക്ലാസ് കഴിഞ്ഞ് ഓട്ടോ കയറിയിരിക്കണേണ്. സോ ടുഡേ ഈസ് എ വെരി സ്പെഷ്യൽ ഡേ. ഞാൻ വളരെയധികം വെയിറ്റ് ചെയ്ത് ആറ്റുനോട്ട് കാത്തിരുന്ന ഒരു അസുലഭ നിമിഷമാണ്. നാളെ രാവിലെ 4 മണിക്ക് എൻ്റെ മാമ വരുന്നതാണ് ഗൈസ്. സോ ഐ എം വെരി എക്സൈറ്റഡ്. അപ്പം ക്ലാസ് വിട്ടത് ഓട്ടോയിലോട്ടാണ് നമ്മൾ പോണത്. യൂബർ ഓട്ടോയിൽ അല്ലെങ്കിൽ കാറിലായിരിക്കും പോവാറ്. കാരണം മാമയ്ക്ക് ഞാൻ പബ്ലിക് ട്രാൻസ്പോർട്ട് എടുത്ത് അവശതയായി പോകണ്ട എന്നുള്ളൊരു നിർബന്ധമുള്ള കാരണം കൊണ്ടാണ് ഇങ്ങനെ പോകണം കേട്ടോ. അപ്പോൾ ആ ഏരിയയിലുള്ള എൻ്റെ ക്ലാസ്സിൻ്റെ അടുത്തുള്ള യൂബർ ചേട്ടന്മാർക്കൊക്കെ ഭയങ്കര കാര്യമുള്ളല്ലോ. അപ്പോൾ ഇതെൻ്റെ PG ഹോസ്റ്റലിൻ്റെ മുമ്പിലത്തെ സ്ഥലം കേട്ടോ. അവിടെ 3 പട്ടികളുണ്ട്. ഈ 3 പട്ടികൾക്ക് തന്നെ ഭയങ്കര ഇഷ്ടമാണ് കണ്ട വാലാട്ടുന്നതും. അപ്പം ഇന്ന് ലാസ്റ്റ് ഡേ ആണ് ഞാൻ പോണേൻ്റെ. അപ്പോൾ എല്ലാവരോടും ഒക്കെ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് ഞാൻ റൂമിലോട്ട് കയറാൻ നേരത്ത് അവിടെ നിന്ന് ഒരുത്തനെ ഇങ്ങനെ വിളിച്ചേ. അപ്പോൾ ഞാൻ തിരിഞ്ഞിങ്ങനെ നോക്കി. എന്താണല്ലേ, എന്ത് സ്നേഹമാണ് മനുഷ്യന്മാർക്കില്ലെങ്കിലും മൃഗങ്ങൾക്കുണ്ടല്ലോ, അത് മതി. സോ ഇന്ന് നമ്മൾ എന്തിനാ വീഡിയോ എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോസ്റ്റലിൽ കുറച്ചധികം കൂടി സാധനങ്ങൾ നമുക്ക് പാക്ക് ചെയ്ത് പുതിയ വീട്ടിലോട്ട് കൊണ്ട് വെക്കാനുണ്ട്. അതോടൊപ്പം തന്നെ കുറേ അധികം സാധനങ്ങൾ അൺബോക്സ് ചെയ്ത് മാറ്റി ബോക്സൊക്കെ തിരിച്ച് വെക്കാനും ഉണ്ട് കേട്ടോ. സോ ബെഡ്ഷീറ്റും ബ്ലാങ്കറ്റും ഒക്കെ അലക്കാനൊക്കെ ഇട്ട് ഇനി കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ നമുക്ക് വൃത്തിയാക്കി വെക്കാനായിട്ട്. അപ്പോൾ കണ്ടില്ലേ, ഇനിയും കുറച്ച് ആമസോണിൻ്റെ സാധനങ്ങൾ ഇന്നും വന്ന്. അപ്പോൾ അതെല്ലാം എടുത്ത് മാറ്റി വെക്കണം. സോ ഗൈസ്, നിങ്ങൾക്ക് എൻ്റെ വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. നമുക്ക് പുതിയ നല്ല നല്ല കണ്ടൻസൊക്കെ കിട്ടണമെങ്കിൽ നിങ്ങളുടെ ഭാഗത്തു നിന്നും സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ അത് ഞാൻ പ്രതീക്ഷിക്കുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുക. സോ ഇത്രയൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ ഉള്ളൂ നമുക്ക് മീൻസ് പാക്ക് ചെയ്ത് വിടാനുള്ളൂ. ബാലൻസ് എല്ലാം ഞാൻ പാക്ക് ചെയ്ത് സെറ്റാക്കി കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഹലോ ഗായ്സ്, അപ്പൊ ഇന്ന് ട്യൂഷൻ ഉണ്ടായിരുന്നില്ല. ഇത്ര നേരമായിട്ടും ട്യൂഷനെ വിളിച്ചിട്ടില്ല. ഈ ട്യൂഷന് വിളിച്ചെന്ന് തോന്നുന്നു അല്ല. അപ്പൊ ഇത് പുതിയ വീടാണ്. ഇനി തൊട്ട് ഞാൻ ഇവിടെ ആയിരിക്കും നിക്കാൻ പോകുന്നത്, ഹോസ്റ്റലിലല്ല. സോ എന്ത് ചെയ്യാനാ, മാമ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും എനിക്ക് സ്നേഹിക്കുമ്പോ എനിക്കൊന്നും പറയാനില്ല. സോ ഇത്രയും സംഭവങ്ങൾ അൺബോക്സ് ചെയ്യാനുണ്ട്. അൺബോക്സ് ചെയ്യണതിന്റെ ഇടയ്ക്കാണ് ഞാൻ ഇപ്പം വീഡിയോ എടുക്കാന്ന് ആലോചിച്ചത്. അത്രയും സംഭവം അൺബോക്സ് ചെയ്തു. നിങ്ങൾക്ക് എല്ലാം നമ്മള് ആമസോണിൽ നിന്നാണ് മേടിച്ചത്. ഈവൻ വെള്ളം വരെ ആമസോണിൽ നിന്നാണ് മേടിച്ചത്. മാമ എന്നെ പുറത്തോട്ട് വിടാൻ സമ്മതിക്കില്ല, അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ ബാത്റൂമിലൊക്കെ സംഭവങ്ങൾ ഇലക്ട്രീഷ്യൻ വരുന്നുണ്ട്. പക്ഷെ ഈ സാധനം മേടിച്ചപ്പോ ഞാൻ വിചാരിച്ചു ഇവിടെ ഒരു തിണ്ണക്കൊരു ഇതുണ്ടാവും, അതില്ല. ഓക്കെ, എന്നാലും പ്രശ്നമില്ല. എങ്ങനെയെങ്കിലുമൊക്കെ തേങ്ങ ചിരണ്ട. ഒരു വോക്ക് മേടിച്ചിട്ടുണ്ട്, ഇടിയപ്പത്തിന്റെ ഇത് മേടിച്ചിട്ടുണ്ട്, സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. ഇതൊക്കെ നേരത്തെ വന്ന് ഞാൻ അറേഞ്ച് ചെയ്ത സംഭവങ്ങളാണ്. ചവിട്ടിയൊക്കെ ഇപ്പൊ വന്നിട്ടാ. അവിടൊക്കെ ഞാൻ ക്ലീൻ ചെയ്തതാ. ഇത് അൺബോക്സ് ചെയ്യണേണ്. അൺബോക്സ് ചെയ്യണ വീഡിയോ ഞാൻ എടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചൊക്കെ കാണിക്കാം. ചിലപ്പോ ക്യാമറയും ലൈറ്റും ക്ലാരിറ്റിയും ചിലപ്പോ ഉണ്ടാവില്ല. എന്നാലും കുറച്ചൊക്കെ കാണിക്കാം. ഈവൻ കർട്ടൻ വരെ നമ്മള് ഹോം സെന്ററിലൊക്കെ ഭയങ്കര കാശ്. എന്തായാലും ഒരു 5-6 വർഷം നിൽക്കും. പോട്ടെ. എന്നാലും ക്വാളിറ്റി ഒന്നും നമ്മൾ നോക്കിയത് ജസ്റ്റ് മേടിച്ച് കിട്ടുന്നുള്ളു. ബ്ലാക്ക് ഔട്ട് ആണ് ഫുള്ളും. സൺലൈറ്റ് വരാണ്ടിരിക്കാനുള്ള രീതിക്കുള്ള ഇതാണ് മേടിച്ചേക്കണത്. നമുക്ക് എന്തായാലും അതിന്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ വന്ന് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അതിന് മനസ്സിലാവും. ഓക്കെ, അപ്പൊ നമുക്ക് അൺബോക്സിങ് തുടരാം ഗൈസ്.
മക്കളെ ഞാൻ ഒരുവിധം കുഴഞ്ഞ് നോക്ക്, ഇത്രയും വേസ്റ്റ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ അൺബോക്സ് ചെയ്ത് വെച്ചേക്കണേ. അത് ഫിറ്റ് ചെയ്യാനുള്ള സംഭവങ്ങളാണ്. അവിടെ 2-3 സംഭവങ്ങൾ ഫിറ്റ് ചെയ്യാനുണ്ട്. നല്ല രീതിക്ക് കുഴഞ്ഞ്. ഒരു രക്ഷയില്ല. കാര്യം മീൻസ് കടകളിൽ നിന്ന് വന്നിട്ട് നമ്മൾ മേടിച്ചിട്ട് കൊണ്ടുവന്ന ബുദ്ധിമുട്ടില്ലെങ്കിലും അൺബോക്സിങ് നല്ല ബുദ്ധിമുട്ടാണ്. ഈ വേസ്റ്റ് ഒക്കെ ഒതുക്കി മടക്കി ചിരിക്കി ഡസ്റ്റ്ബിന്നിൽ ഇടുന്നതാണ് അടുത്ത പ്രോബ്ലം. ഡെഡായി ഒരു രക്ഷയില്ല. അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് അടുത്ത ദിവസം കാണാം. അപ്പൊ അതുവരേക്കും ബൈ ബൈ ഫ്രം നമസ്തേ കൊച്ചി.